ഇടുക്കി പെരുവന്താനം കൊമ്പൻപാറയിലാണ് കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചത്. നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിലാണ് മരിച്ചത്. TR&T എസ്റ്റേറ്റിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. മരിച്ച സോഫിയ ഇസ്മയിലിന്റെ മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. കളക്ടർ എത്തണം എന്നാണ് അവരുടെ ആവശ്യം. കളക്ടർ എത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. മേഖലയിൽ കുറച്ചധികം നാളായി കാട്ടാന ശല്യമുണ്ട്. അതിന് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, കളക്ടർ എത്തണമെന്നാണല്ലോ ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? കളക്ടർ സ്ഥലത്തെത്തുമോ തുടങ്ങിയ കാര്യങ്ങളിൽ? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കളക്ടറും സബ് കളക്ടറും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും എത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റാൻ ഇവിടെ നിന്ന് എടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ തീരുമാനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ്. കാരണം ആദ്യമേ മുതൽ നമ്മൾ സൂചിപ്പിക്കുന്നതാണ്, ഇവിടെ കാട്ടാനാക്രമണം ഇത് ആദ്യത്തെ സംഭവമല്ല. കാട്ടാന സ്ഥിരമായുള്ള ഒരു മേഖലയാണ്. കഴിഞ്ഞ 4 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ ഈ മേഖലയിലേക്ക് കാട്ടാനകൾ എത്താൻ തുടങ്ങിയിട്ട്. അത് പലതവണയായിട്ട് വനംവകുപ്പ് പരാതി പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു ശാശ്വത നടപടി അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാകാത്തതിന്റെ പ്രതിഷേധം കൂടി ഈ ഘട്ടത്തിൽ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ആളുകൾ കൂടിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാവരും തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. കളക്ടർ എത്താതെ ഇതിൽ ഈ കാട്ടാനാക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രദേശത്ത് ഒരു സുരക്ഷ ഒരുക്കണമെന്നുള്ള ഈ നാട്ടുകാരുടെ ആവശ്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകാതെ മൃതദേഹം വിട്ടു നൽകില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. ശ്രീ രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് താമസിക്കുന്നതെന്നും കാട്ടാന ശല്യത്തെക്കുറിച്ച് വനംവകുപ്പിൽ പരാതിപ്പെട്ടിരുന്നുവെന്നും എന്നാൽ നടപടി ഉണ്ടായില്ല എന്നുമാണ് മരിച്ച സോഫിയുടെ ഭർത്താവ് ഇസ്മയിലിന്റെ പ്രതികരണം. അതിലേക്ക് നമ്മൾ പറഞ്ഞാലും ഫോറസ്റ്റുകാർ രാവിലെ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് ഫോറസ്റ്റുകാർ ഇവിടെ വന്നിട്ടുമില്ല, തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ആനയില്ലായിരുന്നു. പക്ഷേ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വരുന്ന മുമ്പ് എൻ്റെ മോൻ കയറി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് അമ്മച്ചിയെ കണ്ടില്ലെന്ന് പറഞ്ഞു. മോനെ അവിടെ നോക്കും, മോനെ അവിടെ കാണുമെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോഴത്തേക്ക് അവൻ അവിടെ വരെ പോയി, ആ ജീപ്പ് നിൽക്കുന്ന അവിടെ വരെ പോയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോയി നോക്കാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കുളിക്കാനായിട്ട് അവൻ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ആന ചവിട്ടിയിട്ടേക്കുന്നു. ഇതിനെ കണ്ടപ്പോഴത്തേക്ക് മോൻ കിടന്ന് കാര്യപ്പോഴത്തേക്ക് ഞാൻ മേഴി നിൽക്കുമായിരുന്നു, വെള്ളം കോരിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഇവൻ കാര്യപ്പോഴത്തേക്ക് ഭയങ്കര കാരിച്ചാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കാട്ടിൽ കൂടെ ഇറങ്ങി ഓടി വന്നപ്പോഴത്തേക്ക് അമ്മ മരിച്ചു പോയെത്താന്ന് പറഞ്ഞ് അവൻ ഇറങ്ങാൻ നോക്കി. ഞാൻ അവനെ പിടിച്ച് മാറ്റിയിട്ട് അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല മോനെ പറഞ്ഞ് അപ്പുറത്ത് കൊണ്ട് ഇരുത്തിയിട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവർ മരിച്ചിരിക്കുകയായിരുന്നു. കൈയൊക്കെ തൊട്ട് നോക്കിയപ്പോഴത്തേക്ക് ശരീരം മൊത്തം തണുത്ത് മരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ആന ചവിട്ടിയ പാടും മോന്തയ്ക്കൊക്കെ പാടുമൊക്കെ ഉണ്ട്. രാഹുൽ വിജയൻ തുടരുന്നുണ്ട്. രാഹുൽ, ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് ഇന്ന് രാവിലെയും പരാതിപ്പെട്ടിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് തുടർച്ചയായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം ഉള്ള പ്രദേശമാണ്. വനംവകുപ്പിൽ പലതവണ പരാതിപ്പെട്ടിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു രാഹുൽ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇസ്മയിൽ അവരുടെ പരാധീനതകളും അവർ അനുഭവിച്ചിരുന്ന അവസ്ഥകളും വിവരിക്കുകയായിരുന്നു 24-നോട്. ഇത് കാലങ്ങളായിട്ട് ഈ കാട്ടാനകളുടെ നടുവിൽ ഇങ്ങനെ ദുരിത ജീവിതം നയിക്കേണ്ടി വന്ന ഒരു കുടുംബമാണ്. 3 കുടുംബങ്ങൾ മാത്രമേ ഈ തൊട്ടടുത്തടുത്ത പ്രദേശങ്ങളിലുള്ളൂ. ബാക്കി എല്ലാവരും ഈ എസ്റ്റേറ്റിന് ഒരു ഉയർന്ന പ്രദേശമാണ്, ഒരു മലം പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് താഴ്ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ ആനകൾ ഇറങ്ങുമ്പോൾ പലപ്പോഴും ഇവർ RRTനെയൊക്കെ വിവരം അറിയിക്കാറുണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു ശ്രമകരമായൊരു ദൗത്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രധാനപ്പെട്ട റോഡിൽ നിന്ന് ഒരു റോഡിലൂടെ കയറി ഒരു ഓഫ് റോഡ് യാത്രയൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവരുടെ വീട് ഉൾപ്പെടുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥ കൂടി ഇവർക്കുണ്ടായിരുന്നു. പലതവണ ഇവരുടെ ഈ വീടും സ്ഥലവും ഇവിടുന്ന് മാറി നല്ലൊരു വീട്ടിലേക്ക്, അടച്ചുറപ്പുള്ള ഒരു വീട്ടിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം സർക്കാർ ഒരുക്കി കൊടുക്കണമെന്ന് ഇവർ അഭ്യർത്ഥിച്ചിട്ട് നടക്കാതെ പോയിട്ടുണ്ട്. ഈ ഇസ്മയിലിനും സോഫിയയ്ക്കും ഒരു മകളുണ്ട്. അത് സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ഈ അമ്മയായിരുന്നു. ഇസ്മയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ആ കുട്ടി അതിനെ സംരക്ഷിച്ചിരുന്നു, നോക്കിയിരുന്നൊക്കെ ഈ അമ്മയായിരുന്നു. ഇനി ആ കുട്ടിയുടെ അവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇസ്മയിൽ സങ്കടത്തോടു കൂടി പറയുകയാണ്. ഈ പ്രദേശത്ത് ആന എത്തിയാൽ പോലും അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഈ TR&T എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എസ്റ്റേറ്റ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇത് റീപ്ലാന്റേഷൻ നടത്താതെ കാട് പിടിച്ച് മൊത്തം ഒരു വനം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഈ എസ്റ്റേറ്റ് ഉടമസ്ഥരുടെ ഭാഗത്തും വലിയ വീഴ്ച അതിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും പ്രദേശങ്ങളിൽ കാട്ടാൻ നിന്നാൽ പോലും അറിയാത്ത ഒരവസ്ഥയാണ്. അതിനിടയിലാണ് ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഈ ആളുകൾ, ഈ 3 കുടുംബം മാത്രം ഇങ്ങനെ കഴിയുന്നത്. ഇന്ന് വൈകിട്ട് കുളിക്കാനായി തൊട്ടടുത്തൊരു ഓലിയുണ്ട്. ആ ഓലിയിലേക്ക്
ഇറങ്ങി വന്നിരിക്കുമ്പോഴാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇസ്മയിൽ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് മകനാണ് വന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഈ കാട്ടാനാക്രമണത്തിൽ ഈ സോഫിയ മരിച്ചു കിടക്കുന്ന കാണുന്ന മകന്റെ നിലവിളി കേട്ടാണ് ഇസ്മയിൽ ഓടിയെത്തുന്നത്. എന്തായാലും അതിദാരുണമായൊരു സംഭവമാണ്. നിലവിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഈ മൃതദേഹം അവിടെ നിന്ന് എടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കളക്ടറും അതുപോലെ തന്നെ സബ് കളക്ടറും വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും എത്താതെ യാതൊരു തരത്തിലുള്ള മാറ്റവും ആ പ്രതിഷേധത്തിൽ ഉണ്ടാകില്ല. കൃത്യമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം. ഈ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണം. കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ നടപടി ഉണ്ടാകണം. ട്രെഞ്ച്, ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നുള്ള ആവശ്യം കൂടി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിൽ അടിയന്തര നടപടിയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതെങ്കിലും ഒരു വിധത്തിൽ എന്തെങ്കിലും ഒരു വാഗ്ദാനമല്ല, അടിയന്തര നടപടി ഉണ്ടാകണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുണ്ടായില്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ രീതി മാറും, തോത് മാറും എന്നുള്ളത് നാട്ടുകാർ മുന്നറിയിപ്പ്. അതായത് പലതവണ പരാതിപ്പെട്ടിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നോ അധികൃതരുടെ ഭാഗത്തു നിന്നോ യാതൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴതായി അത് ഇടുക്കി പെരുവന്താനം കൊമ്പൻപാറയിൽ ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമാവുന്നത് വരെ എത്തിയ കാര്യങ്ങൾ. നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിലാണ് മരിച്ചത്. മരിച്ച സോഫിയ ഇസ്മയിലെ മൃതദേഹം മാറ്റാൻ സമ്മതിക്കില്ല എന്ന നിലയിൽ പ്രദേശവാസികൾ അവർ പ്രതിഷേധം നടത്തുകയാണ്. കളക്ടർ, സബ് കളക്ടർ, ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം സ്ഥലത്തെത്തിയാലേ ഇതിനൊരു പ്രശ്നപരിഹാരം വേണം, എന്നാൽ മാത്രമേ സംഭവ സ്ഥലത്ത് നിന്നും മൃതദേഹം മാറ്റാൻ അനുവദിക്കുള്ളൂ എന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. രാഹുൽ വിജയനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.